മല്ലു ക്രിക്കറ്റ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരെ 4ാം ടെസ്റ്റും ജയിച്ച് പരമ്പര സ്വന്തമാക്കി ടീം ഇന്ത്യ. റാഞ്ചിയിൽ നടന്ന മത്സരത്തിൽ 5 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. ഇംഗ്ലണ്ട് ഉയർത്തിയ 192 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ മറികടക്കുകയായിരുന്നു. ഇതോടെ 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ 4 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യ 3-1 മുന്നിലെത്തി. ഒരു ഘട്ടത്തിൽ 5-ന് 120 റൺസ് എന്ന നിലയിൽ പതറിയ ഇന്ത്യയെ 6ാം വിക്കറ്റിൽ ഒത്തുകൂടിയ ശുഭ്മാൻ ഗിൽ ജോറൽ സഖ്യമാണ് വിജയത്തിൽ എത്തിച്ചത്. ഇരുവരും 6ാം വിക്കറ്റിൽ 62 റൺസാണ് കൂട്ടിച്ചേർത്തത്. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും അർദ്ധ സെഞ്ചുറി നേടി. രോഹിത് ശർമ്മ 81 പന്തിൽ 5 ഫോറും 1 സിക്സും സഹിതം 55 റൺസ് എടുത്തപ്പോൾ ഗിൽ 124 പന്തിൽ 2 സിക്സ് അടക്കം 52 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ഗില്ലിനൊപ്പം 6ാം വിക്കറ്റ് കൂട്ടുകെട്ട് ഉയർത്തിയ ജുറേലാകട്ടെ 77 പന്തിൽ 2 ഫോർ അടക്കം 39 റൺസും നേടി. ആദ്യ വിക്കറ്റിൽ ജയ്സ്വാളിനൊപ്പം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 84 റൺസാണ് സ്വന്തമാക്കിയത്. ജയ്സ്വാൾ 44 പന്തിൽ 5 ഫോർ അടക്കം 37 റൺസ് എടുത്തു. രജത് പടിദാർ 0, രവീന്ദ്ര ജഡേജ 4, സർഫ്രസ് ഖാൻ 0 എന്നിവർക്ക് തിളങ്ങാനായില്ല. ഇംഗ്ലണ്ടിനായി ഷുഹൈബ് ബഷീർ 26 ഓവറിൽ 79 റൺസ് വഴങ്ങി 3 വിക്കറ്റ് എടുത്തു. ടോം ഹാർലിയും ജോ റൂട്ടും 2 വിക്കറ്റ് വീതവും സ്വന്തമാക്കി. നേരത്തെ ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് സ്കോറായി 383 റൺസിന് മറുപടിയായി ഇന്ത്യ 307 റൺസിനാണ് പുറത്തായത്. ഇതോടെ 46 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡാണ് ഇംഗ്ലണ്ട് നേടിയത്. എന്നാൽ ഇംഗ്ലണ്ട് 2ാം ഇന്നിംഗ്സിൽ 145 റൺസിന് പുറത്താവുകയായിരുന്നു. ഇതോടെയാണ് ഇന്ത്യയുടെ വിജയലക്ഷ്യം 192 നിശ്ചയിക്കപ്പെട്ടത്. അപ്പോൾ ഇതുപോലുള്ള ട്രെൻഡിങ് ക്രിക്കറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലു ക്രിക്കറ്റ് കോർണർ എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.